പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് ഈ പ്രഭാതവിരുന്ന് പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ദൈവം നമുക്കായി ഒരു സുപ്രഭാതം കൂടി തന്നിരിക്കുകയാണ്, ഒരു ദിവസം കൂടി തന്നിരിക്കുകയാണ്. അതൊരു പുതിയ ജീവൻ പോലെയാണ് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ആ നല്ല ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ഒരു ദിവസം കൂടി, ഒരു ജീവിതം കൂടി നൽകിയ ആ വലിയ നന്മയെ ഓർത്തുകൊണ്ട്, ദൈവത്തിൻ്റെ വലിയ കൃപയെ ഓർത്തുകൊണ്ട് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. നമുക്കൊന്ന് ചുറ്റും നമ്മുടെ കാതുകളെ ഒന്ന് കേൾക്കുവാനായിട്ടൊന്ന് പരിശ്രമിച്ച് നോക്കിയേ. എല്ലാ പക്ഷികളും എല്ലാ മൃഗങ്ങളും ദൈവത്തെ സ്തുതിക്കുന്ന ഒരു നിമിഷമാണ്. അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറ്റിയിരിക്കുകയാണ്. പലപ്പോഴും മനുഷ്യൻ വിവേകവും ബുദ്ധിയും നൽകിയ, ദൈവം നമുക്ക് നൽകിയ ആ മനുഷ്യൻ പലപ്പോഴും ദൈവത്തെ സ്തുതിക്കാതെ പോകുന്നു, ദൈവത്തെ അറിയാതെ പോകുന്നു, ദൈവത്തെ മാനിക്കാതെ പോകുന്നു. യുക്തി വിചാരത്തിലൂടെയൊക്കെ നിരീശ്വരവാദത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇന്ന് ഈ പുലരിയിൽ നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ദൈവത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ഒരു നല്ല പ്രഭാതത്തോടുകൂടി, ഒരു പുഞ്ചിരിയുള്ള, ഒരു വലിയ സന്തോഷത്തിൻ്റെ നിറവോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ പ്രഭാതത്തെ വരവേൽക്കാം. നമുക്കൊത്തൊരുമിച്ച് നമുക്ക് ഈ ജീവിതം, ഇന്നേ ദിവസം സന്തോഷമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിക്കാം. അമ്മ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായി, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മളെ നയിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് എളിമയോടെ, വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ ജീവിതം നയിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ നമ്മെ ഒരുമിപ്പിച്ച് കൂട്ടുകയാണ് ചെയ്യുന്നത്. ശിഷ്യന്മാരെല്ലാം ഛിന്ന ഭിന്നമായി പോയപ്പോഴൊക്കെ പരിശുദ്ധ അമ്മ ഒരുമിപ്പിച്ച് കൂട്ടി, വിശ്വാസത്തിൽ ഒരുമിപ്പിച്ചു, ഐക്യത്തിൽ ഒരുമിപ്പിച്ചു. എന്നിട്ട് കൊണ്ടുപോയ ആ ഒരു ജീവിതം നമുക്കും പരിശുദ്ധ അമ്മ തരികയാണ്. ഒരിക്കൽ കൂടി ഒരുമിപ്പിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഈ പ്രഭാതം വരുന്ന പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് പരിശുദ്ധ അമ്മ ഒരുമിപ്പിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഈ ശുശ്രൂഷയുടെ മധ്യസ്ഥയും കൂടിയാണ്. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തിയിലേക്ക് നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേ. നമുക്ക് ഇന്നേ ദിവസം ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ദിവസങ്ങളും, എല്ലാ ദിവസത്തിലും ഓരോ മണിക്കൂറുകളും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടാണ് ദൈവം നമ്മളോട് പറയുക. യേശു പ്രാർത്ഥിച്ചത് തനിക്ക് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മളും പ്രാർത്ഥിക്കേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. നമുക്ക് ഇന്നേ ദിവസം എല്ലാ ടീച്ചേഴ്സിനെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ടീച്ചേഴ്സ് നമ്മുടെ മക്കളെ എത്രമാത്രം പഠിപ്പിച്ച് ഒരു വിശുദ്ധിയിലും വിശ്വാസത്തിലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടുകൂടി, ഈ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് സ്കൂളിലെ ടീച്ചേഴ്സ്, അവർ സെക്കൻഡ് പാരൻസ് എന്നാണ് പറയുക. അപ്പോൾ അത്രമാത്രം ഉത്തരവാദിത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ടീച്ചേഴ്സ് നടത്തുക. പഠിപ്പിക്കുക എന്ന് പറയുന്നത് വിജ്ഞാനം പകർന്നു കൊടുക്കുക മാത്രമല്ല, അവരുടെ ജീവിതങ്ങളെ ഒരു വലിയ ഒരു വഴികാട്ടിയാക്കുവാനായിട്ട് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് അവരെയൊക്കെ ഒന്ന് സമർപ്പിക്കാം. നമ്മുടെ ഗുരുബോധരെ, നമ്മളെ പഠിപ്പിച്ചവരെ എല്ലാവരെയും, തുടക്കം മുതൽ LKG മുതൽ നമ്മൾ പഠിച്ചു വന്ന സമയം മുതൽ നമ്മുടെ ടീച്ചേഴ്സിനെയൊക്കെ ഒന്ന് ഓർത്തു നോക്കിയേ. അവരൊക്കെ
എന്തുമാത്രം വയസ്സായിട്ടുണ്ടാകാതിരിക്കാം, രോഗാവസ്ഥയിലായിരിക്കാം, അവരൊക്കെ ഒന്ന് നമുക്ക് സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. നമുക്ക് വചനം കേൾക്കുവാനായിട്ട് നമ്മൾ തന്നെ ഒരുക്കാം. വചനം കേട്ട് കഴിയുമ്പോഴാണ്, ഈ പ്രഭാതത്തിൽ വചനം കേട്ട് കഴിയുമ്പോൾ നമ്മൾ ശക്തരായി തീരുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ കേൾക്കുക. അതല്ലാതെ ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന വ്യക്തികളുടെ വചനമല്ല, ദൈവത്തിൻ്റെ വചനം. അത് വ്യാഖ്യാനിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ദൈവത്തിൻ്റെ വചനം കേട്ട് കഴിയുമ്പോൾ നമ്മളൊക്കെ ഒരു ഉണർവുള്ള വ്യക്തികളായിട്ട് മാറും. ഈ പ്രഭാതത്തിൽ നമ്മൾ കണ്ണൊക്കെ തുറന്ന് വരുന്ന സമയമാണ്, ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ഇരിക്കുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും വചനം കേൾക്കുമ്പോൾ ഈ കട്ടൻ ചായയേക്കാൾ ഏറെ ഉണർവ് നമുക്ക് ലഭ്യമാകുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് വചനം കേൾക്കുവാനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. അതിന് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവിനോട് നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. നമുക്ക് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവെന്ന് നിറയുമ്പോൾ ഒരു വലിയ ശക്തി നമുക്ക് കിട്ടും. ഒരു പുതിയ ജീവിതം നമുക്ക്, ഒരു ദിവസത്തിൽ തന്നെ ഒരു പുതുജീവനോട് കൂടിയിട്ട് നമുക്ക് കാര്യങ്ങൾ നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ വചനം കേട്ടുകൊണ്ട്, ആ വചനത്തിൽ ആഴപ്പെട്ടുകൊണ്ട്, ആ വചനത്തിൽ പ്രവർത്തിക്കുവാനായിട്ട്, അനുസരണയിലായിത്തീരുവാനായിട്ട്, വചനത്തെ അനുസരിച്ചുകൊണ്ട് പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്നേ ദിവസം എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ടുള്ളത് നമ്മുടെ ഹൃദയം കഠിനമാക്കരുത് എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയം പലപ്പോഴൊക്കെ നമ്മൾ കഠിനമാക്കാറുണ്ട്. നമുക്ക് വേദനകൾ വരുമ്പോൾ, സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ ഹൃദയം കഠിനമാക്കും. ഈ ഹൃദയം കഠിനമാക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് നിരാശ തോന്നും. നമുക്ക് പലപ്പോഴും നെഗറ്റീവ്സ് നമ്മുടെ മനസ്സിൽ നിറയാനായിട്ട് കാരണമായി തീരുകയാണ് ചെയ്യുന്നത്, കഠിനമാക്കുന്നതോട് കൂടിയിട്ട്. ഹെബ്രായരുടെ പുസ്തകത്തിൽ നമുക്ക് 3-ാമത്തെ അധ്യായത്തിൽ 14-15 വാക്കുകൾ നമുക്ക് ഇങ്ങനെ ഒന്ന് കാണാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അവിടെ പറയുന്നത് നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്നുള്ളതാണ് പറയുക. അവിടെ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ ദൈവഭക്തിയുള്ളവർ അനുഗ്രഹീതരാണ്. ഹൃദയം കഠിനമാക്കിയാൽ നമ്മുടെ നിരാശ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നുള്ളതാണ് പറയുക. പ്രിയപ്പെട്ടവർ, നമുക്കൊക്കെ ദൈവത്തിൻ്റെ അഭിഷേകം കിട്ടണമെങ്കിൽ ഹൃദയം കഠിനമാക്കാതെ ദൈവത്തോടൊപ്പം പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കണമെന്നുള്ളതാണ്. നമ്മുടെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ബൈബിളിലെ സുവിശേഷങ്ങളിലൊക്കെ, ബൈബിളിലെ ഓരോ അധ്യായങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ചില വ്യക്തികൾ ഹൃദയം കഠിനമാക്കിയവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരെ നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിൽ നമുക്ക് ഉൽപ്പത്തിയിൽ തന്നെ നമ്മൾ കാണുന്നത് ആദിമാതാപിതാക്കന്മാരാണ്. അവരുടെ ഹൃദയം കഠിനമാക്കി, പാപം ചെയ്യുന്നതിലൂടെയാണ് അവരുടെ ഹൃദയം കഠിനമായി തീർന്നത് എന്നുള്ളതാണ്. പാപം ചെയ്യുന്നതിലൂടെ അവിടെ ആദത്തിനോട് ദൈവം ചോദിക്കുന്നുണ്ട്, നീ എവിടെയാ? അപ്പോൾ എടുത്ത വഴിക്ക് അവൻ്റെ ഹൃദയം കഠിനമായതുകൊണ്ട്, പാപം ചെയ്തതുകൊണ്ട്, നീ എനിക്ക് തന്ന സ്ത്രീ അവളാണ് തിന്മ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. അവിടെ കഠിനമായ ഒരു മനസ്സോട് കൂടിയിട്ടാണ് ദൈവത്തെ പോലും പഴിക്കുവാനായിട്ട് അവിടെ തയ്യാറായത്. കഠിനമായൊരു ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അവൻ പറയാനായിട്ടിടയാകുന്നത്. നമ്മൾ പാപം ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹൃദയം കഠിനമാകുന്നത്. ദൈവഭക്തിയിൽ ജീവിക്കുന്നവൻ എന്താകുന്നു പറയണേ? അനുഗ്രഹീതനാകുന്നു എന്നാണ് പറയുന്നത്. അവിടെ കാഠിന്യമുണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. പലപ്പോഴും നമ്മൾ കഠിനമായി തീരുന്നത് ഇത്തരത്തിലുള്ള പാപമയമായ ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കഠിനമായിട്ട് ദൈവത്തെ പോലും നിഷേധിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുന്നു. നമ്മുടെ യുക്തിവാദികളായിക്കോട്ടെ, നിരീശ്വരവാദികളായിക്കോട്ടെ, ഇതുതന്നെയാണ് ചെയ്യുന്നത്. അവരുടെ ഹൃദയം കഠിനമായതുകൊണ്ടാണ്, അവർ പാപത്തിൽ നിറവ് ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ പാപം നിറഞ്ഞതുകൊണ്ടാണ് അവർ പലപ്പോഴും യുക്തിവാദികളായിട്ട് നിരീശ്വരവാദികളായി മാറുന്നതെന്നുള്ള. പാപം എന്തെന്ന് പോലും അറിയാൻ സാധിക്കാത്ത വിധം അവർ വളർന്നു കഴിഞ്ഞു. തിന്മ എന്തെന്ന് അറിയാത്ത വിധം അവർ വളർന്നു കഴിഞ്ഞു. എല്ലാം യുക്തിയിലൂടെ, ബുദ്ധിയിലൂടെ കൈകാര്യം ചെയ്യുവാനായിട്ട് അവർ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആദത്തിനോട് ചോദിച്ചപ്പോൾ അവൻ്റെ ബുദ്ധിയിൽ വളർന്ന ഒരു ചിന്തയാണ് അവിടെ പങ്കുവയ്ക്കുന്നത്. ദൈവത്തെ പോലും പഴിചാരുവാനായിട്ട് തയ്യാറായിട്ട് അവിടെ പറയുകയാണ്, നീ എനിക്ക് തന്ന സ്ത്രീ.
കഠിനമായ ഒരു ഹൃദയത്തോടു കൂടിയാണ് ആ ദൈവത്തോട് പങ്കുവയ്ക്കുന്നത് തന്നെ. ദൈവം എന്ന് കൂടെ നടന്നിരുന്നതാണ്. ആദത്തിൻ്റെ ഹവ്വയുടെ കൂടെ നടക്കുകയാണ് ചെയ്തത്. അവിടെയാണ് ദൈവത്തെ പഴിചാരുവാനായിട്ട് തയ്യാറായത്. കൂടെ നടന്ന് എല്ലാം മനസ്സും മെയ്യും ശരീരവും എല്ലാം ദൈവം എല്ലാം ഒരുപോലെ ആയി ജീവിച്ചൊരു അവസ്ഥ. ആ അവസ്ഥയിലാണ് ഇതുപോലെ ഒരു കഠിനമാക്കപ്പെട്ടുകൊണ്ട് പാപം തന്നിലേക്ക് വന്നതിൻ്റെ പേരിൽ ഹൃദയം കഠിനമാക്കിക്കൊണ്ട് അവൻ പ്രവർത്തിക്കാനായിട്ട് തയ്യാറാകുന്നത്. ഇനി അതിനെ തുടർന്ന് കായേലും ആബേലിൻ്റെ കഥ നമുക്കറിയാവുന്നതല്ലേ. കായേലിനോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ സഹോദരൻ എവിടെ? ദൈവം ചോദിക്കുക, നിൻ്റെ സഹോദരൻ എവിടെ? അവിടെ കഠിനമായ ഹൃദയത്തോടുകൂടെ കായേൽ ഉത്തരം പറയുന്നുണ്ട്, എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ? കഠിനമായതുകൊണ്ടാണ്. സ്വന്തം സഹോദരനെ കൊലപ്പെടുത്തിയതിന് ശേഷം അവൻ്റെ ഹൃദയം കഠിനമായി. ആ കൊലപ്പെടുത്തുവാനായിട്ടുള്ള സമയം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അവൻ്റെ ഹൃദയം കഠിനമായതുകൊണ്ട്, സോഫ്റ്റ് അല്ലാത്തത് കൊണ്ടാണ് സ്വന്തം സഹോദരനെ കൊലപ്പെടുത്തുവാനായിട്ട് ഇടയാക്കിയത്. ആ മനസ്സ് അത്രമാത്രം കഠിനമായി, അവൻ്റെ മനസ്സ് അത്രമാത്രം ദുഷിച്ചതായി. അതുകൊണ്ട് അവൻ പാപം അവനിൽ വന്ന് നിറഞ്ഞു. അതുകൊണ്ട് തന്നെ ദൈവത്തോട് പോലും തർക്കിക്കുവാനായിട്ട് അവൻ തയ്യാറായി. എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാനെന്ന് ചോദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള സംവാദങ്ങൾ നമുക്ക് പലപ്പോഴും നമ്മുടെ ഈ ബൈബിളിലുടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എവിടെയാണ് നമ്മുടെ ഹൃദയം കഠിനമായി പോകുന്നത്? എപ്പോഴാണ് ഹൃദയം കഠിനമായി പോകുന്നത്? പാപം ചെയ്യുമ്പോഴാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ എങ്ങനെയാണ് നമുക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കുന്നത്? ദൈവത്തോട് കൂടെ ആയിരുന്നു കഴിഞ്ഞാൽ മതി. ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ ഇതുപോലെ തന്നെയാണ് ദാവീദും പ്രവർത്തിച്ചത്. എല്ലാം അറിവുള്ളവൻ, ദൈവം തിരഞ്ഞെടുത്തവൻ. അവൻ ചെയ്തത് എന്താ? അവനും അവിടെയും പാപം ചെയ്തു. പാപം ചെയ്തത് വഴിയായിട്ട് പ്രവാചകൻ തന്നെ വന്ന് അവനോട് വാണിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോഴും അവൻ തർക്കിക്കുവാനായിട്ട് തയ്യാറാവുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള മേഖലയോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, നമ്മളും ഇത്തരത്തിൽ തന്നെയാണ് നമ്മൾ തർക്കിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ മനസ്സ് കഠിനമായതുകൊണ്ടാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അതിനൊരു മാറ്റം നമുക്ക് വരണം. ഈ നോമ്പ് കാലത്തിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതങ്ങളെ സോഫ്റ്റായിട്ട് ദൈവത്തിന് പ്രീതികരമായിട്ട് ജീവിക്കുവാനായിട്ട് എങ്ങനെ നമുക്ക് സാധിക്കുമെന്നുള്ളത്. ഒരു സോളമൻ രാജാവിൻ്റെ ഒരു കഥയൊക്കെ നിങ്ങൾക്കറിയാലോ. സോളമൻ രാജാവ് ചോദിച്ചത്, തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ചോദിച്ചത് നീതി നിർവഹണത്തിന് വേണ്ടി വിവേകം തരണമെന്നാണ് ചോദിച്ചത്. അതിനുള്ള ബുദ്ധി അവന് കൊടുത്തതിന് ശേഷവും അവൻ ചെയ്തതോ കഠിനമാക്കി. തൻ്റെ സുഖലോലുപതയ്ക്ക് വേണ്ടി, തൻ്റെ പാപത്തിന് വേണ്ടി അവൻ കഠിനമാക്കി. അവിടെയും അവൻ നഷ്ടപ്പെടുത്തുന്നു. ദൈവസാന്നിധ്യം അവൻ അവിടെ നഷ്ടപ്പെടുത്തുന്നു. സർവവും അവനിൽ നിന്ന് ഇല്ലാതായി പോകുന്നു. ദൈവത്തോട് ചോദിക്കുന്ന ഏതൊരു വ്യക്തിക്കും ലഭിക്കുക തന്നെ ചെയ്യുന്നതാണ് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ചോദിക്കുക, നമ്മുടെ ഈ കഠിനമാക്കിയ ഹൃദയം എങ്ങനെയാണ് സോഫ്റ്റ് ആക്കാനായിട്ട് സാധിക്കുക? ഈ അടുത്ത കാലത്തൊക്കെ ഒരു കൗൺസിലിങ്ങിനൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഈ വ്യക്തികൾ പറയുന്നത്, സ്വന്തം കാര്യങ്ങളെ മൂടി വെച്ചുകൊണ്ട്, സ്വന്തം പാപങ്ങളെ മൂടി വെച്ചുകൊണ്ട് ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ മക്കളുടെയോ കുറ്റങ്ങളാണ് അവർ പറയാനായിട്ട് തയ്യാറാകുള്ളൂ. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പാപമാണ് തൻ്റെ ഭാര്യയോടുള്ള ആ ഒരു അകൽച്ചയ്ക്ക് കാരണമായി തീർന്നത്. പക്ഷെ അതെല്ലാം മൂടി വയ്ക്കും. മക്കളുടെ ബന്ധങ്ങൾക്ക് ഇടർച്ച ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തൻ്റേതായിട്ടുള്ള പാപത്തിൻ്റെ മേഖലയിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിൽ, അത് മറ്റുള്ളവരെ അവന് സാധിക്കുമായിരിക്കാം, അവന് മനസ്സിലാക്കുമായിരിക്കാം, പക്ഷെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തുന്നത് ഇത്തരത്തിലാണ്. തൻ്റെ പാപങ്ങളൊന്നുമില്ല, താൻ ഏറ്റവും ശുദ്ധനാണ്, താൻ ഏറ്റവും നന്മ നിറഞ്ഞവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെല്ലാം പഴിചാരുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞു. നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞു. അവരൊക്കെ ഹൃദയം കഠിനമാക്കി എന്നുള്ളതാണ് പറയുന്നത്. അവർ ഹൃദയം കഠിനമായി എന്നുള്ളതാണ്. ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ നമ്മുടെ ഹൃദയം കഠിനമാവും. നമ്മൾ ധൂർത്തുപുത്രൻ്റെ ഉപമയൊക്കെ നമുക്കറിയാലോ. അവരൊക്കെ ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയം കഠിനമായി. അവനറിയാതെ പോയി തൻ്റെ പിതാവ് ആരാണെന്ന്, തൻ്റെ സാഹചര്യം ഏതാണെന്ന് അറിയാതെ പോയി. പാപം നിറഞ്ഞപ്പോൾ. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ, വളർന്നു വന്ന കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ഓർക്കാം. എവിടെയാണ് നമ്മൾ തെറ്റിപ്പോയിരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടും അറിയാതെ അല്ലെങ്കിൽ മാനിക്കാതെ അത് സൈഡാക്കി നിർത്തിയിട്ട് നമ്മൾ നമ്മുടെ വഴിയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ
സ്വാർത്ഥതയുടെ വഴിയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെയൊക്കെ പാപം നമ്മളിലേക്ക് കടന്നു കയറി, അവിടെയൊക്കെ നമ്മുടെ ഹൃദയം കഠിനമാക്കി. എന്നിട്ട് നമ്മൾ പലപ്പോഴും വാദിക്കും, പലപ്പോഴും നമ്മുടെ നിരാശയുടെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. മറ്റുള്ളവരോടൊക്കെ ഈ യുക്തിവാദങ്ങളോ നിരീശ്വരവാദങ്ങളോ ഒക്കെ വാദിച്ച് നമ്മൾ നേടും. അത് ഇതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പലപ്പോഴും വാദിച്ച് നേടുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കാറുണ്ട്. അപ്പോൾ ഒന്ന് ചിന്തിക്കുക, എവിടെയാണ് നമ്മൾ തെറ്റിപ്പോയിരിക്കുന്നത്? നമുക്കൊന്ന് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താം, തിരുത്തുവാനായിട്ട് തയ്യാറാകാം, ദൈവത്തിലേക്ക് അടുക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കാം. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് സോഫ്റ്റാവും, ഏറ്റവും ശുദ്ധമായ മനസ്സായി മാറും. ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ഏറ്റവും നല്ല വ്യക്തികളായിട്ട് മാറും. അതിനായിട്ട് നമ്മളെ തന്നെ ഒരുക്കാം. ഇന്നേ ദിവസം നമുക്കൊന്ന് തമ്പുരാൻ്റെ മുമ്പിലേക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. യേശുവേ, ഞങ്ങൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഹൃദയം കഠിനമായി പോയിട്ടുണ്ട്. ആ കഠിനമായ ഹൃദയം നിൻ്റെ സന്നിധിയിലേക്ക് സോഫ്റ്റാക്കാനായിട്ട് തരികയാണ്. മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കി ഞങ്ങളെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ഇന്നേ ദിവസത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെയും തമ്പുരാൻ്റെ മുമ്പിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മൾ തുടക്കത്തിൽ പ്രാർത്ഥിച്ച ആ വ്യക്തികൾ ഒരിക്കൽ കൂടി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ ടീച്ചേഴ്സിനെ, ഗുരുബോധന്മാരെ എല്ലാവരെയും തമ്പുരാൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കാം. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പേരിൻ്റെ കാരണബോധനായിരിക്കുന്ന ഓരോ വിശുദ്ധരെയും നമുക്ക് ഈ നിമിഷത്തിൽ ഓർക്കാം. സകല വിശുദ്ധരെയും നമുക്ക് ഓർക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും നമുക്കൊന്ന് ഓർത്ത് അവരുടെ സന്നിധിയിലേക്ക് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം. അവരെ നമുക്ക് അനുകരിക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കാവൽ മാലാഖന്മാരെ, പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം കാവൽ മാലാഖന്മാരെ നന്ദിയോടെ ഒന്ന് ഓർക്കാം. നമ്മളെ നയിക്കുന്ന നമ്മുടെ കാവൽ മാലാഖന്മാർ, അവരെയൊക്കെ ഒന്ന് ഓർത്തുകൊണ്ട് അവരുടെ മാധ്യസ്ഥം ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങളെ അവരുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയും ചെയ്യാം. നമ്മളെന്നും എന്നും നയിക്കുന്ന അവർക്ക് വേണ്ടി നമുക്ക് നന്ദി പറയുകയും ചെയ്യാം. അതുപോലെ നമ്മുടെ ഇടവക മധ്യസ്ഥനെ നമുക്കൊന്ന് ഓർക്കാം. ഇടവക വികാരിച്ചിനെയും അല്ലെങ്കിൽ അവരുടെ ഒപ്പമായിരിക്കുന്ന ഇടവകയിലെ എല്ലാ വ്യക്തികളെയും ആ മധ്യസ്ഥൻ്റെ സന്നിധിയിലേക്ക് മാധ്യസ്ഥത്തിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സകല വിശുദ്ധരോടും നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അവരുടെ മധ്യസ്ഥ ശക്തി നമുക്ക് തേടാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം നമുക്ക് തേടാം. പ്രത്യേകിച്ച് ഇന്നേ ദിവസം നമുക്ക് ഈ ഗുഡ്നസ് ചാനലിനെ സമർപ്പിച്ചുകൊണ്ട്, ടി വിയെ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും വിജയകരമായിട്ട് മുന്നേറുവാനായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ചാനലിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവരുടെ എല്ലാ ഉപകരണങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അവരുടെ നിയോഗങ്ങളെയും ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളുടെ നിയോഗങ്ങളെയും കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മരിയ കൂടാരങ്ങളിലും വചന കൂടാരങ്ങളിലും ആയിരിക്കുന്ന എല്ലാ വ്യക്തികളെയും അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് വേണ്ടി നമ്മളും പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു തീരുമാനമെടുക്കാം. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും, നമ്മൾ മനസ്സിൽ വിചാരിച്ച എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യശക്തിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയിലൂടെ ആ ത്രിത്വൈക ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഈ പ്രാർത്ഥനകളെല്ലാം എത്തിച്ചേരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.
തിരുവോസ്തിയാദ്യമായി നാവിൽ തൊട്ടപ്പോൾ അറിയാതെ എൻ മനം കരഞ്ഞുപോയി. തിരുവോസ്തിയാദ്യമായി നാവിൽ തൊട്ടപ്പോൾ അറിയാതെ എൻ മനം കരഞ്ഞുപോയി. ഒരുപാടു നാളായ എന്നുടെ ആഗ്രഹം സഫലീകരിച്ചൊരു പുണ്യനേരം. ഒരുപാടു നാളായ എന്നുടെ ആഗ്രഹം സഫലീകരിച്ചൊരു പുണ്യനേരം. തിരുവോസ്തിയാദ്യമായി നാവിൽ തൊട്ടപ്പോൾ അറിയാതെ എൻ മനം കരഞ്ഞുപോയി. ഈശോയേ, ഈശോയേ, എന്നിൽ നീ വന്നിടണേ, എന്നിൽ നീ വന്നിടണേ, എന്റേതായി തീർന്നിടണേ. എന്നും ഞാൻ കൊതിയോടെ ഉറ്റുനോക്കിയിടുന്ന തിരുവോസ്തിയൻ ചാരെ എത്തിടുമ്പോൾ, എന്നും ഞാൻ കൊതിയോടെ ഉറ്റുനോക്കിയിടുന്ന തിരുവോസ്തിയൻ ചാരെ എത്തിടുമ്പോൾ, 1000 ചുംബനം നിനക്കേകി ഞാനന്ന് എല്ലാം മറന്നു ഞാൻ നിന്നുപോയി. 1000 ചുംബനം നിനക്കേകി ഞാനന്ന് എല്ലാം മറന്നു ഞാൻ നിന്നുപോയി. തിരുവോസ്തിയാദ്യമായി നാവിൽ തൊട്ടപ്പോൾ അറിയാതെ എൻ മനം കരഞ്ഞുപോയി. ഈശോയേ, ഈശോയേ, എന്നിൽ നീ വന്നിടണേ, എന്നിൽ നീ വന്നിടണേ, എന്റേതായി തീർന്നിടണേ. പാപത്തിൻ കറകളിൽ വീഴാതെ ഞങ്ങളെ തിരുവോസ്തിരൂപനി കാത്തിടണേ. പാപത്തിൻ കറകളിൽ വീഴാതെ ഞങ്ങളെ തിരുവോസ്തിരൂപനി കാത്തിടണേ. എല്ലാം മറന്നൊന്ന് അങ്ങയെ സ്നേഹിക്കാൻ പ്രാപ്തരാക്കിയിടണേ നീ ഞങ്ങളെ. എല്ലാം മറന്നൊന്ന് അങ്ങയെ സ്നേഹിക്കാൻ പ്രാപ്തരാക്കിയിടണേ നീ ഞങ്ങളെ. തിരുവോസ്തിയാദ്യമായി നാവിൽ തൊട്ടപ്പോൾ അറിയാതെ എൻ മനം കരഞ്ഞുപോയി. ഒരുപാടു നാളായ എന്നുടെ ആഗ്രഹം സഫലീകരിച്ചൊരു പുണ്യനേരം. തിരുവോസ്തിയാദ്യമായി നാവിൽ തൊട്ടപ്പോൾ അറിയാതെ എൻ മനം കരഞ്ഞുപോയി. ഈശോയേ, ഈശോയേ, എന്നിൽ നീ വന്നിടണേ,
സഭയോട് ചേർന്ന് പരിശുദ്ധ പാപ്പായോട് ചേർന്ന് സകല കർദിനാൾമാരോടും സകല മെത്രാപ്പോലിത്തന്മാരോടും മെത്രാന്മാരോടും പുരോഹിതന്മാരോടും സന്യാസിനികളോടും ആത്മായ പ്രേക്ഷിതരോടും ചേർന്ന് ഏക മനസ്സോടുകൂടെ നമുക്ക് ഒരു ആത്മീയ ഒരു ഐക്യത്തിലായിക്കൊണ്ട് തന്നെ ആ ശ്ലൈഹിക ആശീർവാദത്തിനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. നമ്മുടെ ശിരസ്സുകളെ നമുക്ക് ഒന്ന് കുനിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു നിമിഷം നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്ക് ആവഹിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ആ ത്രിത്വൈക ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇന്നേ ദിവസം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ നിയോഗങ്ങളെ, നിങ്ങളുടെ ജീവിത പ്രവർത്തനങ്ങളെ, നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ, നിങ്ങളുടെ ഓരോ ഉദ്യമങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി.